നിങ്ങൾക്കറിയോ, മഹാനായ ഖുറാത്തങ്ങൾ, അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ ഇമ്പിച്ചിക്കോയത്തങ്ങൾ യഥാർത്ഥത്തിൽ വഫാത്ത് വരെ ഖാദിമായി മാത്രം നമ്മൾ കണ്ട മഹാനാണ്. പിന്നീട് സദസ്സുകൾക്ക് നേതൃത്വം നൽകാൻ ആ ഉപ്പയുടെ പൊരുത്തത്തോടെ ആ മകൻ രംഗത്തുണ്ട്. ഖുറാത്തങ്ങൾ വലിയ പ്രസിദ്ധി ആർജിച്ച മഹാനാണ്. നിങ്ങൾക്കറിയുമോ, താജുൽ-ഉലമയുടെ അനുസ്മരണത്തിന് ഞാൻ ഒന്ന് എറണാകുളത്ത് പോയി. ആദ്യത്തെ വർഷം അങ്ങനെ എറണാകുളത്ത് പോയപ്പോൾ എറണാകുളത്ത് വെച്ച് 1-ാം ആണ്ട് നടക്കുന്ന ഉറൂസ് നടക്കുന്ന സമയത്ത് എന്റെ പ്രസംഗത്തിന് മുമ്പ് നമ്മുടെ INTUC-യുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഉമറുക്കയുണ്ട് എറണാകുളം. അദ്ദേഹം 2 വാക്ക് ആശംസിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആശംസിക്കാൻ കയറി നിന്നു. അദ്ദേഹം പറഞ്ഞു, താജുൽ-ഉലമ നമുക്ക് സമ്മാനിച്ചു പോയ മുത്താണ് മഹാനായ ഖുറാത്തങ്ങൾ. അദ്ദേഹത്തിന് പറയാനുള്ള എന്തായിരുന്നു എന്നറിയോ? എറണാകുളത്തെ ഒരു മോസ്റ്റ് മോഡേൺ ഫാമിലി, അവർ ഒരുപാട് കാലം കൊണ്ട് ഈ ഉമറുക്കയുമായി നല്ല പരിചയത്തിലുള്ളവരാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് മരുന്നുകൾ പരിശോധിച്ചു, ഡോക്ടർമാരെ ഇനി കാണാൻ ബാക്കിയില്ല, ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ സാധ്യത വരെ തെരഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ സന്താന ഭാഗ്യമുണ്ടായില്ല. ഏതെങ്കിലും ഒരു മാർഗത്തിൽ ആരോടെങ്കിലും പറഞ്ഞതിന് മരുന്ന് വാങ്ങിത്തരണം. അപ്പോ ബഹുമാനപ്പെട്ട ഉമറുക്ക പറഞ്ഞു, എനിക്ക് ഇതിന് പരിഹാരമൊന്നും പറയാൻ അറിയില്ല, പക്ഷെ എനിക്ക് നല്ല സ്നേഹമുള്ള ഒരു തങ്ങളെ അറിയാം. ഖുറാത്തങ്ങൾ എന്നാണ് പേര്. എട്ടിക്കുളത്ത് എന്നാൽ നിങ്ങൾക്ക് കാണാം, അവിടെ സലാത്തിന് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് അവിടുന്ന് പറഞ്ഞതുപോലെ എട്ടിക്കുളത്ത് പോയി. അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ ഒരു കുപ്പി വെള്ളം ചെറിയ സമയത്തൊന്ന് മന്ത്രിച്ച് ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു. ഇവർക്ക് അതിന്റെ പ്രാധാന്യം അത്ര അറിയാവുന്നവരായിരുന്നില്ല. ഇവര് സാധുക്കളാണ്, അത്ര പരിചയം ഇസ്ലാമിക രംഗത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അപ്പോൾ തന്നെ ഒരു അത്ഭുതമായി, എടാ ഇതേ ഉള്ളോ മരുന്ന്, ഇനി എന്താ മരുന്നുള്ളത്? കാത്തിരുന്നു. നിങ്ങൾ പൊയ്ക്കോളൂ എന്നാണ് പിന്നെ കിട്ടിയത്. അവരിവിടുന്ന് യാത്ര ചെയ്ത് കൊച്ചിയിലെത്തിയപ്പോഴേക്ക് ഇവർ യാത്ര ചെയ്ത് വിഷമിച്ചിട്ടുണ്ട്. ട്രെയിനിലും കാറിലുമൊക്കെ യാത്ര ചെയ്ത് വീട്ടിൽ ചെന്ന് കയറിയ ഉടനെ ഭർത്താവ് ചോദിച്ചു, അല്ലടി, ഈ ഒരു ബിസ്ലറി വാട്ടറിന് വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ട് അവിടം വരെ പോയത്? അതിവിടെ കൊച്ചിയിൽ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നില്ലേ? പറയേണ്ട താമസം ഈ ഭാര്യ എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിച്ചാൽ ദാ കിടക്കുന്നു വെള്ളം എന്ന് പറഞ്ഞ് ഈ കുപ്പിവെള്ളം എടുത്ത് തൊട്ടു ഫ്രണ്ടിലെ തെങ്ങിന്റെ മൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇവരുടെ ദൗർഭാഗ്യമെന്ന് പറയാം, ആ കുപ്പിയുടെ ടോപ്പ് തുറന്ന് വെള്ളം പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇവര് രാത്രിയിൽ കിടന്നു. ഇവരുടെ റൊട്ടീൻ അനുസരിച്ചുള്ള ടൈമിൽ കിടന്നു. AC റൂമിലാണ് കിടന്നത്. ഇവർ രാവിലെ സുബഹി വരെ വല്ലാത്തൊരു രംഗമായിരുന്നു അവരുടെ പരീക്ഷണം. അതെ, ഈ വീട്ടിന്റെ ചുറ്റുഭാഗവും ഇപ്പോൾ ജനിച്ച നവജാത ശിശുക്കൾ ഒരു 100 എണ്ണം ശ്വാസം പിടിച്ചു നിർത്തി ഏങ്ങലടിച്ച് കരയുന്ന രംഗമാണ് ഇവർക്ക് രണ്ടുപേർക്കും അനുഭവപ്പെട്ടത്. ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് വിറച്ച് സുബഹി വരെ കിടന്നു. ആരോടും ഒന്നും മിണ്ടാൻ വയ്യ, ആരോടും ഒന്നും പറയാൻ വയ്യ. വല്ലാത്ത കരച്ചിലാണ് 4 സൈഡിലെ വീട്ടിന്റെ ഭിത്തിക്ക് താഴെ നിന്ന് കേൾക്കുന്നത്. 100 കണക്കിന് കുഞ്ഞുങ്ങൾ കരയുകയാണ്. ഇവർ രാവിലെ തന്നെ പെട്ടെന്ന് ഉമറുക്കക്ക് വിളിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞങ്ങളാകെ ബേജാറിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോ നിങ്ങൾക്ക് എന്താ തന്നത്? വെള്ളം. അതെടുത്ത് കളഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു കുപ്പി വെള്ളത്തിനാണോ അവിടം വരെ പോയത്, ഞങ്ങൾക്ക് വേറെ മരുന്നൊന്നും തരാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയതാണ്. അല്ലാ, ഈ പണി ചെയ്തെങ്കിൽ ഇനി പരിഹാരമില്ല. നിങ്ങൾ അങ്ങനെ പറയരുത് ഉമറുക്ക, എന്തെങ്കിലും പരിഹാരം. ജാഹിലായ എനിക്ക് പറ്റൂല, നിങ്ങൾ എട്ടിക്കുളത്ത് ആ തങ്ങളെ തന്നെ കണ്ടേ പറ്റൂ. അങ്ങനെ ഇവർ അടുത്ത സലാത്തിന് എട്ടിക്കുളത്ത് വന്നു. മഹാനായ ഖുറാത്തങ്ങളെ കണ്ടു, ഈ വിഷയം പറഞ്ഞു. തങ്ങൾക്ക് സങ്കടം വന്നു. തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ആ കാണിച്ചത്? എന്റെ ഉപ്പ എനിക്ക് ഇജാസത്ത് തന്ന ദിക്റുകൾ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, അതല്ലേ ഞാനതിൽ മന്ത്രിച്ചത്. എന്റെ അടുത്ത് നിങ്ങൾ പൊരുത്തം ചോദിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിനോട് കരഞ്ഞു ദുആയിരക്കുക. ശരി, നിങ്ങൾ പൊയ്ക്കോ, എന്തായാലും പശ്ചാത്താപ മനസ്സ് വന്നല്ലോ എന്ന് പറഞ്ഞ് ഖുറാത്തങ്ങൾ തിരിച്ചുവിടുമ്പോൾ, നില്ലുമോനെ, കുറച്ചുകൂടെ കഴിഞ്ഞു തിരിച്ചുവിടുമ്പോൾ, ആ മഹാനായ ഖുറാത്തങ്ങൾ തിരിച്ചുവിടുമ്പോൾ ഇവരാകപ്പാട് ബേജാറായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ അവിടുന്ന് അവർ ചോദിച്ചു, അള്ളാഹുവിനോട് കരഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞപ്പോൾ അവർക്കൊരു ചെറിയ സമാധാനമായി. ഇനിയിപ്പോ പടച്ചവനോട് ഇങ്ങനെ ദ്വാരന്നാ മതിയല്ലോ. അങ്ങനെ പോകാൻ നേരം ഇവർ പറഞ്ഞു, ഒരു കുപ്പി വെള്ളം ഒന്ന് മന്ത്രിച്ചതാ തങ്ങളെ.
തങ്ങൾ പറഞ്ഞു ഇപ്പൊ വേണ്ട, ഇനി പിന്നൊരു തവണ നമുക്കാകാം. യഥാർത്ഥത്തിൽ ആരാണ് ഖുറ തങ്ങളെന്ന് നിങ്ങൾക്കറിയാം. ഖുറ എന്ന പ്രദേശത്ത് ചെന്നാൽ തങ്ങളെ കാണാൻ ആഗ്രഹിച്ചു വന്നയാൾ ഒരു കുപ്പി വെള്ളം മന്ത്രിച്ചു കിട്ടിയില്ലല്ലോ എന്ന് വിഷണ്ണനായി പോകേണ്ടതില്ല. അവിടെ മന്ത്രിച്ച വെള്ളം ഹൗദിൽ റെഡിയാണ്. അങ്ങനത്തെ വിശാല മനസ്സുള്ള തങ്ങളാ പറഞ്ഞത് ഇപ്പൊ ഇനി ഒരു കുപ്പി വെള്ളം നിങ്ങൾക്ക് വേണ്ട, അടുത്തൊരു തവണയാകാം. ഈ സംഭവം പറയുമ്പോ സദസ്സിലിരുന്നവർ കോരിത്തരിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഇത്തരം സമ്പത്ത് ഇവിടെ വെച്ചുകൊണ്ടാണ് മഹാനായ താജുൽ ഉലമ പോയത്. ഞാൻ പറഞ്ഞത് കോട്ടകൊത്തളങ്ങൾ നിർമ്മിച്ച കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ അവർക്കുണ്ടാക്കണമെങ്കിൽ ഒരു വാക്കിന്റെ മാത്രം ചെലവഴിക്കൽ മതിയായിരുന്നു. അവരതിന്റെ പിറകെ പോയില്ല. മക്കളെ, ഈ സമുദായത്തെ മുഴുവൻ സംരക്ഷിച്ച് ഈമാനിക രംഗത്ത് നിർത്തിയ മഹാ നേതൃത്വമായിരുന്നു മഹാനായ ശൈഖുനാ താജുൽ ഉലമ.